എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി ക്രൂശിൽ മരിച്ച എന്റെ യേശു എത്ര നല്ലവൻ എനിക്കായി ക്രൂശിൽ മരിച്ച എന്റെ യേശു എത്ര നല്ലവൻ എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ ശയ്യയിലെനിക്കു വൈദ്യൻ ശോകവേളയിൽ ആശ്വാസകൻ കൊടുംവെയിലതിൽ തണലും അവൻ എന്റെ യേശു എത്ര വല്ലഭൻ കൊടുംവെയിലതിൽ തണലും അവൻ എന്റെ യേശു എത്ര വല്ലഭൻ ഒരു നാളും കൈവിടില്ല ഒരു നാളും ഉപേക്ഷിക്കില്ല ഒരു നാളും മറക്കുന്നില്ല എന്റെ യേശു എത്ര വിശ്വസ്തൻ ഒരു നാളും മറക്കുന്നില്ല യേശു എത്ര വിശ്വസ്തൻ ഇന്നയോളം എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു
ജീവജലം തന്നെങ്കിൽ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെങ്കിൽ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. നാടും വീടും വിട്ടു ഞാനലഞ്ഞപ്പോ സ്വന്തം നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥൻ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥൻ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധാത്മാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീക്കണമേ.
ഞങ്ങളുടെ കാരുണ്യം ചോദിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കുന്നത് പിന്നെ ആദർശത്തെ രക്ഷിക്കുന്നു. നമ്മുടെ നാല് രാജ്യശക്തിയും മാത്രമേ ഞങ്ങൾക്കുള്ളാകുന്നു. ആമേൻ. Respected Nicholas Tirmeni, Severus Tirmeni, Shamalachan, clergy, my beloved brothers and sisters in Christ, a hearty welcome to all of you. As you all know, we are here to celebrate Navadi celebration of our beloved priest, Very Reverend Dr. P.S. Samuel Kore Episcopa. Just wanted to introduce for the event. Everyone relates to Triveni in different ways, like to Achan actually. For me, Shamalachan is an inspiration. He is a role model for me. Like, and I worked closely with him when I was the secretary of the church, and like at that time he was doing his PhD, and I used to help him a lot in doing his work. So I was inspired because at the age of 75 or something he was doing PhD, and it's just amazing for me. So he's I would say a spiritual giant. Is extraordinary, is fiery gospel speeches which we all have heard, like in his command over English and Malayalam equally. His proficiency in science and religion, he's a pretty educated man, so he can relate both science as well as religion and relate that to the congregation. So everyone would have their own aspect of how to relate to him, and you will hear a lot today during this event. So we are extremely happy that we were able to do this for him. So without any further ado, I would start the proceedings. Now to run the show, we have a world-class MC in our mind. Everyone knows him, Mr. Varghese Pothanikad. He has done a lot of work for the church, for the diocese. He is well-known. He's been MC for a lot of events, so he can do this in his sleep also. So very accomplished man, so I call upon Mr. Varghese Pothanikad to run the show. Thank you. അഭിയന്യ സേവറിയസ് തിരുമേനി, അഭിയന്യ ഭദ്രാസന മെത്രാപ്പോലീത്ത നിക്കളോസ് തിരുമേനി, ആരാധനായ ശമൂവേൽ കോർ എപ്പിസ്കോപ്പ അച്ഛൻ, ബഹുമാന്യരായ ആചാര്യന്മാരെ, ഷമാശൻ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ പ്രയോജനപ്പെടുത്തിയും പരിമിതികൾ തരണം ചെയ്തും അദ്ദേഹം മുന്നേറി. പ്രാഥമിക വിദ്യാഭ്യാസം മെഴുവേലി പ്രൈമറി സ്കൂളിലും സെക്കൻഡറി വിദ്യാഭ്യാസം മെഴുവേലി PE സ്കൂളിലും പൂർത്തിയാക്കി. ചങ്ങനാശ്ശേരി SB കോളേജിൽ ഇൻ്റർമീഡിയറ്റ്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ BA, ന്യൂയോർക്ക് ജനറൽ തിയോളജിക്കൽ സെമിനാരിയിൽ തിയോളജിയിൽ ഉപരിപഠനം, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ 75ാമത്തെ വയസ്സിൽ വ്ളാഡിമർ തിയോളജിക്കൽ സെമിനാരിയിൽ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തു. അങ്ങനെ വിദ്യാഭ്യാസം അടിയറ വയ്ക്കാത്ത ആയുധമായി കൊണ്ടു നടന്നു. 1948 പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവായിൽ നിന്ന് ഷമ്മാശപ്പട്ടം സ്വീകരിച്ചു. അന്നു മുതൽ തൻ്റെ സഭാപ്രവർത്തനത്തിൻ്റെ ഊർജിത ഭാവം ഏറ്റുവാങ്ങി. പിന്നീട് പുരോഹിതനായും കോറസ് എപ്പിസ്കോപ്പായും ഭാരതത്തിലും നൈജീരിയയിലും ലണ്ടനിലും ഇപ്പോൾ അമേരിക്കയിലും കർത്തൃ ശുശ്രൂഷ നടത്തുന്നു. പിന്നെ ഇതിനിടയിലെല്ലാം മികച്ച അധ്യാപകൻ എന്ന നിലയിൽ ജീവിത സന്ധാരണത്തിനുള്ള ഒരു ഔദ്യോഗിക ജീവിതം തുടർന്നു. കേരളത്തിലെ കാതോലിക്കേറ്റ് ഹൈസ്കൂൾ അധ്യാപകൻ, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് അസിസ്റ്റൻ്റ്, കോട്ടയം ഓർത്തഡോക്സ് സെമിനാരിയിൽ തിയോളജി സെമിനാരിയിൽ അധ്യാപകൻ,
നൈജീരിയയിൽ അധ്യാപകനായും സീനിയർ എഡ്യൂക്കേഷൻ ഓഫീസറായും അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് അതുല്യമായ സംഭാവനകൾ നൽകി. 1960 മുതൽ തൻ്റെ ജീവിതയാത്രയിലെല്ലാം സ്വന്തം സഹചാരിയായി പ്രിയപത്നി അമ്മിണി കൊച്ചമ്മ ഉണ്ടായിരുന്നു. അത് പ്രത്യേകം അനുസ്മരിക്കുന്നു ഇവിടെ. ഒരു തികഞ്ഞ സഭാസ്നേഹി, ആദർശധീരനായ നേതാവ്, സംഘാടകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, വിദ്യാഭ്യാസ വിജീഷണൻ, എഴുത്തുകാരൻ, പ്രസംഗകൻ, ഇങ്ങനെ സമാനതകളില്ലാത്ത കർമ്മയോഗിയായ ഈ വന്ധ്യ വൈദിക ശ്രേഷ്ഠൻ്റെ നവതി ആഘോഷിക്കുന്ന ഈ മഹനീയ വേളയിൽ ആ ഗുരുവര്യന് ആദരവോടെ ആയുരാരോഗ്യങ്ങൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ. With that, I would like to call upon our own Vigard, Reverend Father Gregory Varghese. Most respected Metropolitans, Samuel Achin, Reverend Fathers, and my dear brothers and sisters in Christ. This is one of the most joyous days in the life of our parish. Our parish patriarch, our beloved father, Very Reverend Dr. P.S. Samuel Korbiskopos, has completed 90 years of his life. When we think of a person reaching or completing 90 years, it's always news because it's rare. How often do we get an opportunity to attend a Navadi celebration? Completing 90 years is no common milestone. Of course, if you had a chance to speak with Samuel Achin, it's relatively easy to come up with theories about how he successfully, with relatively good health, how he was able to complete 90 years of life. Some may say it was genetics. After all, his parents, they led long lives. Or we can point to Achin's favorite food, matti. But as a parish, we are witnesses to the fact that God had a specific purpose and mission for our Samuel Achin. He was called from the womb to be a leader, not only for our parish, but also for the Malankara Church as a whole. He served from a very young age as a student and later a secretary to one of the popular and revered metropolitans of our church. He taught in one of the colleges that is being run by our church. He was a huge supporter of our diocese here in America. And last but not least, he provided leadership to the God-loving parish, the St. Gregorio's Church on Cherry Lane. So for this Navadi, we come together as a parish to bless Achin, asking for all of God's strength to be upon our beloved Achin, especially because of the central role Achin has played in the life of our parish. May God bless you and grant you many years, Samuel Achin. Let me take this opportunity to welcome each and every one of you who have gathered here to bless this occasion and to wish Samuel Achin all blessings during this Navadi. Let me welcome His Grace Zachariah Mar Nikolovos, our diocesan metropolitan. Let me also welcome His Grace Matthews Mar Severios, the Metropolitan of the Kandanad West Diocese. I also would like to welcome all of our diocesan officials, especially the diocesan council members, and also all of our reverend fathers and priests who have gathered here, priests and deacons who have gathered here to bless this occasion.
Thank you for your presence here, and we look forward to the rest of the program today. Also, I forgot the most important person, but Samuel Lutchen. We're welcoming Samuel Lutchen at this time. Thank you. Needless to say, why they won the Diocesan Prize. We have a very distinguished person amongst us. If we want to talk about our Tirumeni, that's going to be another felicitation. Tirumeni seems to be very happy or happier recently. You all know the reason, because he was able to acquire a landmark place for our diocese, I would say for our church. And Baba Tirumeni is more than happy. He's been talking about for a long time, and he was congratulating Tirumeni over and over again. So let us congratulate Tirumeni for that. And Tirumeni has to wear too many hats. He is the board member of the WCC, one of the committees, I forgot the name. And also he's involved, His Grace is involved with NCC and all those organizations besides the diocesan administration. I was lucky enough to work with Tirumeni for many years in a successful way. His direction and his love and affection
to the Diocesan Council and also the Diocesan Faithful is remarkable. And may I call upon Tirumeni to the podium to give a felicitation and presidential address. Glory be to Father, Son, and Holy Spirit, one triune God. Amen. Your Grace, very reverend and reverend fathers, members of Shomalachan's family, dear brothers and sisters. It is a great moment of joy for all of us to celebrate the 90th birthday. Of course, Achan's birthday was in February. I was there with him in Midweli when that was celebrated. But only now we got a chance to celebrate that. When you think about 90 years, in human lifespan it's a long time. Usually we say one generation is 30 years. In historic terms, we use 30 years as a landmark. So if you use that landmark, respected Achan has crossed 3 generations of time. And he has served under, I think, 5 Katholikoi and several bishops. And talking to Achan, being a history student, is a very interesting fact. Because he has a lot of interesting facts about history of the church, which many may not know, and may not have or many would want to know. That also is there. Because when you have that kind of lifespan and close interaction with the church heads and the hierarchs, he is a treasury of those kind of sources, and I have enjoyed that a lot. And my relationship with Achan crosses even beyond my lifespan. Achan is a friend of my parents before I was born. Even this morning, when I was talking to my mother, I said, I'm going to celebrate the 90th birthday of Samuel Achan. Then she hasn't seen him after his Nelabur day. So her reference was, Achan Tirumeni ayille, annu yangalokku vicharichu Tirumeni aagumennaayirunnu. Appo njan paranju adinte idakku kochamme kandathukondu He was a leader even when he was a Chammachan. He headed the MGOCSM for a long time. He was very active with the youngsters of the church. And age was never a barrier for Achan to do his job. And I had the opportunity to work with Achan in the council and as the managing committee member of the church. Interestingly, I have to admit that he is not an easy person to work with. But the good thing is, we can trust him. If he has got something in his mind, he will let you know. And we can trust him that you don't have to worry that he will stab you from the back. If he stabs, he will be coming from the front. And I had the benefit of, because of the age difference and his friendship with my parents, he loved me as a sort of son and he respected me as his bishop. So even though he didn't mince his words when he had to criticize, not that often I would say, he had to criticize my positions on certain things. But that was always on the basis of that particular thing. It never became personal.
And I always say that even during the recent council election, the last Saturday, I was sharing that I would love to have people who would criticize me at the council and support me once a decision is made. Achan was always like that. If he felt there was a criticism, he would express his opinion, but he will stand by the decision when that was done. And in the history of this diocese, also, when you write the history of this diocese, whatever said and done, nobody can avoid mentioning Shaumalachan's contributions. So there may be people who might not like his contributions also, but he was a strong presence here when the diocese needed a strong leadership and support for Barnabas Tirumeni when he came here. He was there along with many others to provide that. And even after that, he was a visionary, and he always wanted the church to achieve great things. He was a dreamer for the church. Achan was the greatest person to share if you have a great vision. If it's a small thing, Achan would say, Tirumeni, you are a paniyonnilla, itra kunju kunju karyangalumayittana nammal nadakandiyathu. Even when we were discussing about Creedmoor, Achan always had the very high ambitions and the project visions. He would say, we have to do these kind of things. And given the chances, he achieved a lot for the church. And he has turned 90, otherwise I know that he would have been an ardent supporter and working along with me for the Holy Transfiguration Retreat Center also. But his contributions and his family has supported that. And as we reflect 90 years of life, this is a time to praise God for all the blessings. He has been blessed by God, and his life is with Kochamma. I always said that it was a joy to watch them sit together or travel together, and I had the opportunity to attend a conference when Achan and Kochamma was attending the National Council, and it was always a joy, and I have shared with people that's a sort of the ideal couple. And these are the messages Achan is living in us. As he has turned 90, now it is his life which is his message for us. It is not the speeches or the sermons he has given. Now he has reached where he can undoubtedly look back and say, I have lived my faith to the best of my ability as a true disciple. And that is what we are celebrating. We are joyously celebrating Achan turning 90 because of the fact that he loved his church, he loved his congregation, and that we can witness through the relationship he maintains with the people of his parish. Even though administratively he has retired, the new vicar and the faithful consider him as their Achan. That is the expression of love, and that is what we should be able to get when we get old from the people we have ministered. So I just want to thank God for having a healthy 90 years for Achan, and so I pray upon Achan seeking God's continued blessings in his life. May God bless us all. Thank you. Thank you, Tirumeni. കൊച്ചമ്മയെ പോലെയുള്ള അധികം പേരുണ്ടാകാതിരുന്നാൽ നമുക്ക് കൂടുതൽ മെത്രാച്ചന്മാരുണ്ടാവുമെന്ന് പ്രത്യാശിക്കാം. മലങ്കര സഭയുടെ ചരിത്രം നോക്കിക്കാണുന്നവർക്കറിയാം,
അടുത്ത കാലം ഡെക്കേഡ്സായിട്ട് സഭയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും വഴക്കുകളും സഹോദര പീഡനവും എല്ലാം സഭയെ അങ്ങേയറ്റം വിഷമത്തിലാക്കുന്ന അവസ്ഥ നാം കണ്ടുവരികയാണ്. ഇങ്ങനെ അടുത്ത ഏതാനും പതിറ്റാണ്ടുകളായിട്ട് സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയും സഭയ്ക്ക് വേണ്ടി സഭയുടെ വക്താവായിട്ട് സഭയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സഭാ നേതൃത്വത്തോടും ഭാവതിരുമേനോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത് നമ്മുടെ സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്തായും അനേകം ചാരിറ്റബിൾ പ്രസ്ഥാനങ്ങളും പൊതുപ്രവർത്തനവും എല്ലാം നടത്തി തിരക്കാർന്ന ജീവിതം നയിച്ചു വരുന്ന അഭിവന്യ മാത്യൂസ് മാർ തേവേറിയൂസ് തിരുമേനി ഇവിടെ വന്ന് നമ്മെ അനുഗ്രഹിച്ച സന്തോഷം. തിരുമേനിയെ ഫെലിസിറ്റേഷനായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇടവമെത്രാപ്പൊലീത്ത അഭിവന്യ നിക്കോളാവോസ് തിരുമേനി, നവതിയിൽ ശോഭിക്കുന്ന ബഹുമാനപ്പെട്ട ശാമുവേൽ ഗോർപ്പീസ് കോപ്പാച്ചൻ, വികാരി ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, പി എസ് ശാമുവേൽ അച്ഛന് 90 വയസ്സ് കഴിഞ്ഞുവെന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും അച്ഛൻ്റെ സേവനങ്ങളുടെ കാലഘട്ടത്തെ എല്ലാവരും വിലമതിച്ചുകൊണ്ട് അച്ഛന് ദീർഘായുസ്സ് വീണ്ടും നേരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. 1986 പി എസ് ശാമുവേൽ അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു. വൈദിക സെമിനാരി അധ്യാപകനായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ വട്ടക്കുന്നേ ബാബ തിരുമേനിയെ കാണുവാനായിട്ട് ദേവലോകത്ത് ചെന്നപ്പോൾ അന്ന് സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട അഭിനന്ദ ദിവന്നാസോസിനുവിന് കാലം ചെയ്തു. അന്ന് ബിനോയ് അച്ഛനായിരുന്നു. എന്നോട് പറഞ്ഞു, ഇപ്പോൾ അകത്തോട്ട് പോകണ്ട, പി എസ് ശാമുവേൽ അച്ഛൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ബാബായോട് എന്ന് പറഞ്ഞു. എന്താ വിഷയമെന്ന് എന്നോട് പറഞ്ഞില്ല, എന്താണെന്ന് ഞാൻ ചോദിച്ചുമില്ല. ഞാൻ അല്പനേരം അവിടെ ഇരുന്നു. അല്പനേരം എന്ന് പറഞ്ഞാൽ കുറേയേറെ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഇറങ്ങി വരുന്നത്. അച്ഛൻ ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ ആരാണെന്ന് എനിക്കറിയാം, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തി, അച്ഛായത് ഞാൻ മത്തായി അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എനിക്കറിയാം, സെമിനാരി പഠിപ്പിക്കല്ലേ. ഞാൻ അതിശയിച്ചു പോയി. കാരണം അന്ന് സെമിനാരി പഠിപ്പിക്കാൻ കയറിയിട്ട് 2 വർഷമായുള്ളൊരു കൊച്ചച്ഛനാണ്. അച്ഛൻ്റെ പൊതുവായ അറിവിനെ കുറിച്ച്, സഭയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എത്രമാത്രം ശ്രദ്ധയോടുകൂടി അന്വേഷിച്ച് അതിനെക്കുറിച്ച് വിലയിരുത്തുന്നു എന്നുള്ളത് എന്നെ അതിശയിപ്പിച്ച ഒരു സന്ദർഭമാണ്. പിന്നീട് അച്ഛൻ എന്താ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് 91 ഞാൻ മെത്രാനായി സുനോദോസ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അച്ഛൻ ഇത്രയും നാളും സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നതാണെന്നും അതിൻ്റെ വ്യാപ്തി എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായിരുന്നാലും 1 മുതൽ ഏതാണ്ട് 95 വരെ ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ 91 മുതൽ 95 വരെ സുന്നോദോസിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട അമേരിക്കൻ ഭദ്രാസനമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ വന്നതിൻ്റെ കാര്യവും അച്ഛൻ പറഞ്ഞതുമൊക്കെ ഒരു കുറേയേറെ കാലം കഴിഞ്ഞാണ് ഞാനതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്.
ഞാനിത് പറഞ്ഞത് അഭിമന്യ നിക്കളാവോസ് തിരുമേനി പറഞ്ഞതുപോലെ when he has a vision, he will stand for it and he will fight for it to the end, not going away without achieving it. അതൊരു വലിയ നിശ്ചയദാർഢ്യം ബഹുമാനപ്പെട്ട അച്ഛനുണ്ടായിരുന്നു എന്നുള്ളതും ആ നിശ്ചയദാർഢ്യമാണ് അച്ഛനെ ഇന്ന് ഈ നവതിയിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതും നയിക്കുന്നതും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആരുടെ അടുത്താണെങ്കിലും എവിടാണെങ്കിലും തനിക്ക് ബോധ്യമുള്ളത് പറയുവാനും അതിനുവേണ്ടി നിലനിൽക്കുവാനും കാര്യകാരണ സഹിതം അതിനെ കറക്റ്റ് ചെയ്താൽ അത് ഉൾക്കൊള്ളാനുമുള്ള ഒരു കഴിവ് ബഹുമാനപ്പെട്ട ശ്യാമലച്ചനുണ്ട് എന്നുള്ളത് പല സന്ദർഭങ്ങളിലായിട്ട് പിന്നീടുള്ള സന്ദർഭങ്ങളിൽ സമയങ്ങളിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അമേരിക്കൻ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു വലിയ ദീപസ്തംഭമായിട്ട് തന്നെ പ്രവർത്തിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് കർത്താവ് പറഞ്ഞ വാചകമാണ്. സെൻറ്റ് മാത്യു ചാപ്റ്റർ 5:14, "You are the light of the world." ഈ ഭദ്രാസനത്തിൽ ഒരു പ്രകാശം കത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ പ്രകാശം പല അന്ധകാരത്തെയും മാറ്റിക്കൊണ്ട് അത് ഉജ്ജ്വലിച്ചു. ആ പ്രകാശം അനേകം പേരെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. മറ്റനേകം പേർക്ക് എൻലൈറ്റൻമെൻറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അഭിമന്യ നിക്കളാവോസ് തിരുമേനി ക്ഷമിക്കണം, ഇന്ന് ഒരു റിട്രീറ്റ് സെൻറ്റർ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ഭദ്രാസനത്തിന് മട്ടൻ ടൗണിലൊരു കേന്ദ്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രകാശത്തിൽ നിന്നുള്ളതായ കിരണങ്ങളാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനും വീക്ഷണത്തിനും ഒരു ഓസിലേഷൻ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അനേകർക്ക് താൻ മാർഗദർശിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പുതിയ തലമുറയിലുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരൊക്കെ അദ്ദേഹവുമായി വളരെ ഉറ്റബന്ധം പുലർത്തുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഭരതവാസ് തിരുമേനിയുടെ നേതൃത്വത്തിലും തിരുമേനിയുടെ സാന്നിധ്യത്തിലുമൊക്കെ വേണ്ടതായ രീതിയിൽ ഈ ഭദ്രാസനത്തിൻ്റെ ഭാവി എങ്ങനായിരിക്കണമെന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് യുക്തമായ നടപടികൾക്ക് തിരുമേനിയെ പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഭദ്രാസനത്തിൽ ഇവിടെ ജനിച്ചു വളർന്ന അനേകം യുവാക്കൾ വൈദികരായി തീരുവാൻ സാധ്യമായിരിക്കുന്നത്. പലപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ഏത് സമയത്ത് ഞാൻ കാണുമ്പോഴും ഭദ്രാസന കാര്യങ്ങളെക്കുറിച്ച്, അമേരിക്കൻ ഭദ്രാസന കാര്യങ്ങളെക്കുറിച്ച് എന്നോട് പറയാറില്ല. കാതോലിക്കേറ്റ് ചർച്ചസായി നിന്ന കാലത്തും ബഹുമാനപ്പെട്ട അച്ഛനുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്തും പുഞ്ചിരിയോടുകൂടി പ്രശ്നങ്ങൾക്ക് അതീതമായി നിലനിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് പ്രത്യേകം പ്രശംസനീയമാണ്, സംശയമൊന്നുമില്ല. ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും അനേക പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുവാനുണ്ട്. അതിലൊന്നാണ് ആ നിശ്ചയദാർഢ്യവും ജീവിതത്തിൻ്റെ വ്യക്തമായ വീക്ഷണവും സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും അത് വിജയിക്കുവാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും. ഇതെല്ലാം അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. 90 വർഷക്കാലത്തോളം ഈ ലോകത്ത് ജീവിച്ച് അനേകം ആളുകൾക്ക് ഒരു മാർഗദർശമായി, മാർഗസ്തംഭമായി പ്രവർത്തിക്കുവാനിടയായി എന്നുള്ളത്
ചെറിയൊരു കാര്യമല്ല. അനേക നാടുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നും ആ ശക്തിയായിരിക്കുന്ന മനസ്സ് നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനിവിടെ വന്ന സമയത്തും പെട്ടെന്ന് അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ചോദിക്കുന്നത് എന്നാണ് ഇവിടെ കുർബാന ചൊല്ലാൻ വരുന്നതെന്നാണ്. തൻ്റെ ഇടവകയിലും ഇടവകക്കാരോടുമുള്ളതായ സ്നേഹവും താല്പര്യവും കരുതലും അദ്ദേഹം ഔദ്യോഗികമായി പ്രവർത്തന രംഗത്തിൽ നിന്ന് മാറിയെങ്കിലും ഇന്നും സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ഒരു ഇടവകയാണ് ഇവിടെ ഉള്ളത്. ഇന്നും അദ്ദേഹത്തിൻ്റെ ജീവനും ആത്മാവും എല്ലാമായി ഇവരെ കണക്കാക്കുന്നു എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു. ചെയ്തിട്ടുള്ളതായ സേവനങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്ന ഒരു വാക്യം പരിശുദ്ധനായ പൗലോസ്ലീഹ പറഞ്ഞ 2 തിമോഥെയോസ് ലേഖനം 4-7 പറയുന്നത്, I had a good fight. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. നല്ല കാലത്തിൽ നീതിയുടെ കിരീടം ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് കൊടുക്കുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തന ശൈലികൾ ഈ ഭദ്രാസനത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചു. അനേകർക്ക് അതിനുള്ളതായ മാർഗം, ആ ഓട്ടം ഓടുവാനുള്ളതായ മാർഗം അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന് ദൈവം തമ്പുരാൻ ശേഷിച്ചിരിക്കുന്ന കാലഘട്ടം അനുഗ്രഹകരമായി നടത്തുവാനും ഇനിയും തൻ്റെ സാന്നിധ്യവും സാമീപ്യവും വാക്കുകൾ കൊണ്ട് അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാനും ഇടയാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ അവസരം നൽകിയതിൻ്റെ ഭാരവാഹികളോട് നന്ദി അർപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ചൊല്ലുന്നു. Thank you, Tirumeni. I would like to mention to few people, recognize few people. We have the newly elected diocesan council members here. Reverend Father Matthew Thomas Joyachan is here. Welcome. Sergeant Matthew, welcome. Philip George Kunya, welcome. Saji Pothan, welcome. And Santosh Mathai, our own Santosh Mathai. Welcome. Congratulations to all. Also, ബഹുമാനപ്പെട്ട ജോർജ് ജോഷി അച്ഛൻ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട റോയ് തോംസൺ അച്ഛൻ കോട്ടയം ബസേലിയസ് കോളേജിലെ പ്രൊഫസറാണ്, അദ്ദേഹം ഇവിടെയുണ്ട്. അബു ചമ്മാച്ചനുണ്ട്, അവർ ജോൺ തോമസ് അച്ഛനുണ്ട്. താങ്ക് യു ഫോർ കമ്മിങ്. With that, I call upon Nisa Thomas to sing a song. Nisa Thomas.
Thank you. Happy birthday, Sharon Ashton. We love you. Thank you, Ms. Kuti. സെൻറ്റ് ഗ്രിഗോറിയോസ് ചെറിയലൈൻ ചർച്ചിൽ ഒരു ദേശത്തെ പട്ടക്കാരൻ എന്ന് പറയാൻ ഒരാളുണ്ട്. അത് പേര് പറയുമ്പോൾ ജാക്സണൈറ്റ് സെൻറ്റ് മേരീസ് പള്ളിക്കാർ ഇഷ്ടക്കുറവ് കാണിക്കുമെന്ന് വിചാരിക്കുന്നില്ല. ജോൺ തോമസ് അച്ഛൻ, അദ്ദേഹം കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഇവിടുത്തെ ഈ ഏരിയയിലെ 10 പള്ളികളുടെ പ്രസിഡൻ്റാണ്. 10 പള്ളികളുടെ പ്രസിഡൻ്റ് അല്ല, 10 പള്ളികളുടെ ഒരു സ്ഥാനമുണ്ട്, അതിൻ്റെ പ്രസിഡൻ്റാണ്. അച്ഛന് ചെറിയലൈൻ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇടദിവസങ്ങളിൽ കുർബാന അർപ്പിക്കുന്നതിനും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടായാൽ സഹായിക്കുന്നതിനും കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനും എപ്പോഴും ഓടിയെത്തുന്ന ആളാണ്. അതിന് പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം നന്ദിയുണ്ട്. മേ കോൾ അപ്പോൺ അച്ഛൻ ടു ദ സ്റ്റേജ്. അഭിവന്യ നിക്കോളാസ് തിരുമേനി, അഭിവന്യ സെവരസ് തിരുമേനി, ബർത്ത്ഡേ ബോയ് ഷമുലച്ചൻ, വന്യ വൈദിക ശ്രേഷ്ഠ ശമാശന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, കൗൺസിൽ ഓഫ് ഓർത്തഡോക്സ് ചർച്ചസിൻ്റെ സെക്രട്ടറിയും ട്രസ്റ്റി ഇവിടെ ഉണ്ടോ? സജി, പ്ലീസ് കം ഫോർ വിത്ത് ഫ്ലാഗ്. അച്ഛനെക്കുറിച്ച് പറയുവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകൾ പോകും. പറയുന്നത് സന്തോഷമാണ്, പക്ഷേ അച്ഛനൊന്നും ഓർത്തിരിക്കത്തുമില്ല. പിന്നെ പറഞ്ഞ സമയം കളഞ്ഞിട്ട് കാര്യം. അച്ഛനെക്കുറിച്ച് പറയാവുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും അച്ഛനോടുള്ളതായ ബന്ധം അമ്മിണി കൊച്ചമ്മ എന്ന ആ പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. കുടുംബമായിട്ട് ഞങ്ങൾക്ക് ആ ബന്ധം മറക്കുക സാധ്യമല്ല. അതിൻ്റെ സമീപത്ത് തന്നെ താമസിക്കുവാനായിട്ട് വന്നു. അച്ഛനോടുള്ളതായ ബന്ധം കൂടി വന്നു. കൗൺസിൽ ഓഫ് ഓർത്തഡോക്സ് ചർച്ചസിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അതിൻ്റെ വളർച്ചയ്ക്കും നിദാനമായിട്ട് വന്നത് അച്ഛൻ്റെ വിഷനാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ചെറിയലൈൻ പള്ളി ഏതു സമയത്തും കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ആവശ്യങ്ങൾക്ക് തുറന്നു കൊടുക്കും. പൊതുവായൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞ് സ്തോത്രകാഴ്ച ഇട്ട് കഴിഞ്ഞാൽ അത് പ്രത്യേകം തളിക വെച്ചിട്ട് അച്ഛൻ കൊടുക്കും. അത് അവർക്ക് വേറെ കാശില്ല, അതുകൊണ്ട് പള്ളിക്കല്ല, അവർക്കാണെന്ന് പറഞ്ഞു കൊടുക്കും. അച്ഛൻ സ്ഥാനം മാറിയെങ്കിലും ആ ട്രഡീഷൻ ഗിരിഗിരി അച്ഛനും അതുപോലെ തന്നെ ആ പള്ളിക്കാരും കാണിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകമായ സന്തോഷം രേഖപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും 10 പള്ളികളിൽ എത്ര അച്ഛന്മാരിവിടെ ഉണ്ടെന്നുള്ളത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇതിന് ആ ഒരു പ്രയാസം ഉണ്ട്, പറയാതിരിക്കാൻ തരമില്ല. ഏതാണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ വൈദികരുടെ നിസ്സഹകരണം കണ്ടു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ 3 വർഷം വഴി നടത്തിയെന്ന് പറയുമ്പോൾ ലിറ്ററലായിട്ട് അച്ഛൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊഴിയുന്നത് കണ്ടു. അതിനുശേഷവും സന്ധികൾ വരുമ്പോൾ അച്ഛൻ്റെ ആ വാക്കായിരുന്നു മറ്റുള്ള വൈദികരെ ഓർമ്മിപ്പിക്കുവാനായിട്ട് എനിക്കും സാധിച്ചിരുന്നു.